चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരി ഓം തത്സത്. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇപ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ അധികം പ്രസിദ്ധിയില്ലാതെ എന്നാൽ ഇന്നത്തെ നമ്മുടെ വിഷയം അതിനെ ആസ്പദമാക്കിയ പ്രധാന ഭാഗമാണ്. അനിരുദ്ധ ഉഷാ വിവാഹം എന്ന് പറയുന്ന ദശമസ്കന്ധത്തിൽ പിന്നീട് വരുന്ന പ്രാധാന്യമില്ലാത്ത ഒരു അധ്യായമാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്നത്തെ വിഷയം ദേവന്മാരും ഭഗവാനും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്ത് ഭഗവാന്റെ കുടുംബവും മഹാദേവൻ്റെ കുടുംബവും തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു അവസരമുണ്ടായി. ഈ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൃഷ്ണനും ശിവനും യുദ്ധം ചെയ്തു, ഗണപതിയും പ്രദ്യുമ്നനും യുദ്ധം ചെയ്തു, സുബ്രഹ്മണ്യനും അനിരുദ്ധനും യുദ്ധം ചെയ്തു. ഇങ്ങനെ ഒരു ലീല ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലുള്ളതാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടിട്ടുണ്ട്. എത്ര പേര് കേട്ടിട്ടുണ്ട്? 2, 3, 4, 5 പേര് മാത്രം. എത്ര പേര് കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. അതായത് സംഘം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരുടെ കൂടെ നമ്മൾ കൂടുന്നു എന്നുള്ളത്, ആരാണ് നമ്മുടെ ഫ്രണ്ട്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ സുഹൃത്തുക്കളെ വെച്ച് ആ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നല്ല ആത്മീക ചിന്തയുള്ള സുഹൃത്തുക്കൾ നമുക്ക് ആവശ്യമാണ്. കലഹം, കാപട്യം, വഴക്ക് ഇങ്ങനത്തെ സുഹൃത്തുക്കളല്ല നമുക്ക് ആവശ്യം. ഇവിടെ 3 സുഹൃത്തുക്കളുടെ കാര്യമാണ് പറയുന്നത്. മുരാസുരൻ, ബാണാസുരൻ, നരകാസുരൻ. ഇങ്ങനെ 3 പേരാണ്. എന്തൊക്കെയാണ്? മുരാസുരൻ, ബാണാസുരൻ, നരകാസുരൻ. നരകാസുരൻ ആരെന്ന് വെച്ചാൽ വരാഹദേവൻ്റെ പുത്രനാണ്, ദൈവത്തിൻ്റെ തന്നെ മകനാണ്, അസുരനായി മാറി. ഭഗവാന്റെ പുത്രൻ എങ്ങനെ അസുരനായി മാറി? ഈ നരകാസുരൻ്റെ കൂട്ടുകെട്ട് ഇവരുടെ കൂടെയാണ്, ബാണാസുരൻ്റെയും മുരാസുരൻ്റെയും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തി കൃഷ്ണാവബോധ ചർച്ചാ വിഷയങ്ങളിൽ വന്നിരുന്ന് ഉറങ്ങിയെങ്കിലും വേണം. കാരണം അത് നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കും. ആഴ്ചയിൽ ഒരിക്കലും ഒത്തൊരുമിച്ച് കൂടി ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കത് ജീവിതത്തിൽ എങ്ങനെ പകർത്താം, ഒരു മണിക്കൂർ ഭജനയൊക്കെ പാടി ഒരു നല്ല ചിന്തകൾ വളർത്തേണ്ട സത്സംഘം ഓരോ ആഴ്ചയും കൂടുക. സത് എന്ന് പറഞ്ഞാൽ ശാശ്വതം, സനാതനം, സാത്വികം. മറ്റ് ഭൗതിക ലോകത്തിലുള്ള ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും അതിനെ വലുതാക്കി തരും അവർ. അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കണ്ട, നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കാം. തീയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ട് പോകും. അത് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? ഉണ്ട് അല്ലേ? അപ്പം നല്ല ഒരു സംഘം ഒന്നുകൂടി
ഉറക്കം വന്നാലും ശരി, മനസ്സിലായില്ലെങ്കിലും ശരി, ഇഷ്ടമല്ലെങ്കിലും ശരി, നമ്മളവിടെ കൂടി കുറച്ച് സമയം അത് കേൾക്കുമ്പോൾ ശൃണ്വതാം സ്വകത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തുഹി അഭദ്രാണി. ഹൃദയത്തിലുള്ള കെട്ടുകളെല്ലാം ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ പതുക്കെ കെട്ടുകൾ അഴിയും. രണ്ട് തരം കൂട്ടുകാരാണ് നമുക്കുള്ളത്. ഒന്ന് കണ്ണാടിയെ പോലെ, ഇനിയൊന്ന് നിഴലിനെ പോലെ. ഇവിടെ നിഴലില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും നിഴലുണ്ട്. ഈ നിഴലെ പോലെയുള്ള കൂട്ടുകാർ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് മണ്ടത്തരം ചെയ്താലും കൂടെ നിൽക്കും. പ്രഭു ഒരു ഭയങ്കര സംഭവമാണ്. മാതാജി ഗംഭീരമാണ്. മാതാജിയുടെ കീർത്തനം നന്നായാലും ഇങ്ങനെ നമ്മളെങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും നിഴലെ പോലെയുള്ള കൂട്ടുകാർ. ഇനിയൊന്ന് കണ്ണാടിയെ പോലെയുള്ള സുഹൃത്തുക്കൾ. എത്ര നല്ലത് ചെയ്താലും ശരിയായില്ല, ഞാൻ ഇതൊന്നല്ല പ്രതീക്ഷിച്ചത്, കുറ്റം കണ്ടുപിടിക്കും. ഈ രണ്ട് സുഹൃത്തുക്കളിൽ യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കുന്നവരാരാണ്? നിഴലാണോ കണ്ണാടിയാണോ? കണ്ണാടി. കുറ്റം പറയുന്ന സുഹൃത്താണ് യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കുന്നവൻ. പക്ഷെ നമുക്കിഷ്ടമാരാണ്? കുറ്റം പറയുന്നവരോ നിഴലോ? നിഴലെയാ ഇഷ്ടം, സ്തുതിക്കുന്നവരെയാ ഇഷ്ടം. സംസ്കൃതത്തിൽ ഇതിനെ പോലും 4 വ്യത്യസ്തമായ വാക്കുകൾ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ബന്ധു, സഖ, മിത്ര, സുഹൃത്ത്. ഫ്രണ്ട്സിന് 4 വ്യത്യസ്തമായ വാക്കുകളുണ്ട്. ഇംഗ്ലീഷിലും ഒന്നുമില്ല. മൊത്തത്തിൽ ഫ്രണ്ട് അത്രയേ ഉള്ളൂ. സംസ്കൃതത്തിൽ ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. കൃഷ്ണ ഭഗവാൻ ഈ 4 വാക്കും ഭഗവത്ഗീതയിൽ അർജുനൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഭക്തോസിമേ സഖാ ചേത്തി. ഭക്തന്മാരിൽ വെച്ച് അർജുന നീ എൻ്റെ സഖാവാണ്. ആ സഖാവ് എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോയി. പക്ഷെ കൃഷ്ണ ഭഗവാൻ അർജുനനെ നോക്കി വിളിച്ച പദമാണത്. ബന്ധോച്ചിമേ സഖാ ചേത്തി, ഭക്തോസിമേ സഖാ ചേത്തി. ഭക്തന്മാരിൽ നീ എൻ്റെ സഖാവാണ്. സുഹൃത്ത്. ഇങ്ങനെ പലതുണ്ട്. 4 തരം സുഹൃത്തുക്കൾ. എന്തൊക്കെയാ? ആദ്യത്തേതേതാ? ഫസ്റ്റ് ഏതാണ്? നല്ല കഥയായി, ഉറക്കമായി എല്ലാവരും. 4 എണ്ണം പറഞ്ഞു, 4 ലെവൽ. ആദ്യത്തേതേതാ? ഫസ്റ്റ് ഏതാണ്? ബന്ധു, മിത്ര, സഖ, സുഹൃത്ത്. ഫസ്റ്റ് ബന്ധു. ബന്ധു ആരാ? കല്യാണ വീടുകളിൽ, ഉത്സവ പറമ്പിൽ, മരണ വീട്ടിലൊക്കെ കാണുന്നവരാ. കണ്ട ഉടനെ നല്ല വണ്ണം വെച്ചല്ലോ, സുഖമാണോ? ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്ത്? മെലിഞ്ഞു പോയല്ലോ, കണ്ടിട്ട് കുറേ ദിവസമല്ലോ. ഞാൻ ഇന്നലെ പോലും വിചാരിച്ചതാ ഒന്ന് വിളിക്കണമെന്ന്. ഹിഹി. ഇതൊന്നും മനസ്സിൽ നിന്ന് വരുന്നതല്ല. വെറുതെ അവിടെ കാണുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുക, അത്രയും. ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ? ഇല്ല. ബന്ധു ഒരു ജന്തു, അത്രയോ. 10 പേര് കൂടുമ്പോൾ ഒന്ന് നമ്മളെ കൂടെ സംസാരിച്ചു, അവരെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു ചിന്ത പോലും കാണില്ല. അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കരുത്. അങ്ങനത്തെ ബന്ധുക്കൾ നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ഒരു പ്രയോജനമുണ്ട്. അതിലിരുന്ന് ഒരു പടി ഉയർന്നത് മിത്ര, എൻ്റെ അഭ്യുദയകാംക്ഷി. ഞാൻ നന്നായാൽ അവന് സന്തോഷം വരും. അങ്ങനത്തെ ഒരു സുഹൃത്ത്. ഞാൻ നന്നായി വളർന്നു, കുറച്ച് പൈസയൊക്കെ നേടി, അറിവ് വെച്ചു, ജീവിതത്തിൽ ഉയർന്നു, കേൾക്കുമ്പോൾ അയാൾക്കൊരു സന്തോഷം. കാരണം ഇതെന്തിനാണ് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ 99% ആൾക്കാർക്കും നമ്മൾ ഉയർന്നാൽ സന്തോഷം വരില്ല, അസൂയ ഉണ്ടാകും. നമ്മുടെ കൂടെ ചുറ്റിയും നടക്കുന്നവർ, നമ്മൾ വിചാരിക്കും അവർ വലിയ അഭ്യുദയകാംക്ഷികളാണെന്ന്. അങ്ങനെ അല്ല. സത്യസന്ധമായ ഒരു മറുപടി പറയണം. നിങ്ങളെ ഒരു കല്യാണത്തിന് വിളിച്ചു, കല്യാണത്തിന് കൂടി, വലിയ വിലപിടിപ്പുള്ള കാറൊക്കെയാണ് കൊടുത്തത്. 100-150 പവൻ. ഇപ്പം പവന് എന്താ വില? നല്ല കൂടിയെന്നാണ് കേട്ടത്. അല്ല, എത്രയാ വില? 50, 57. പിന്നെ കൂലിയും.
അപ്പോൾ 100-150 പവന് കൊടുത്തു എന്ന് കേട്ടു. ഭയങ്കര സദ്യ, ആഡംബര കല്യാണം, ആ അറേഞ്ച്മെൻ്റൊക്കെ ഒന്ന് കാണണം. കല്യാണത്തിന് കൂടിയപ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് നമുക്കൊരു വാർത്ത കിട്ടി. എന്താ വാർത്ത? ആ മറ്റേ വിവാഹം നടന്നില്ലേ, എന്നാ ഇതാ അവർ പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷം. ഏത് സന്തോഷമാണ് നമുക്ക് ശരിക്കും നമ്മൾക്ക് കൂടുതലായിട്ട് അനുഭവിച്ചത്? കല്യാണത്തിന് കൂടിയപ്പോഴാണ്, അവർ പിരിഞ്ഞു എന്ന് കേട്ടപ്പോഴാണ്. സത്യസന്ധമായ മറുപടി പറയണം. പിരിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു സമാധാനം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു കൊച്ചു രാക്ഷസനുണ്ട്. മറ്റുള്ളവരുടെ സുഖം, അവരുടെ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ നമുക്കൊരു സന്തോഷം. ആ വ്യക്തി കൂടെ പഠിച്ച ഒരാൾ ഒരുമിച്ചാണ് പഠിച്ചത്, അവൻ പരീക്ഷയിൽ തോറ്റു, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയി നമുക്ക് പുറകെയാ അയാൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷം ഉണ്ടോ? ഇല്ലേ? ഇല്ല. ആഹാ, ചിന്മയ ചൈതന്യ പ്രഭു ഇല്ലെന്ന് പറഞ്ഞു. പ്രഭു ആ സ്റ്റേജൊക്കെ കടന്നു. ഇല്ലേ? ആ പ്രഭുവിൻ്റെ കൂടെ ഇനി ആരാ മത്സരിക്കാൻ? അല്ലേ? ശരി, ഉണ്ട് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എനിക്ക് ഒരു ചെറിയ നീരസം ഉള്ളിലുണ്ട്. ചില സമയം ഈ കൃഷ്ണഭക്തരുടെ ഇടയ്ക്ക് അതുണ്ട്. ആസുരൻ സത്സംഗങ്ങൾ തമ്മിൽ മത്സരം. എല്ലാവരും നമ്മുടെ സത്സംഗവും പരിപാടി ആസൂത്രണം ചെയ്തു, ആ സത്സംഗവും ചെയ്തു. അവരുടെ പരിപാടി പൊളിഞ്ഞു കേട്ടോ. കേൾക്കുമ്പോൾ ഒരു സുഖം. ഞങ്ങളുടെ സത്സംഗത്തിലുള്ള കൃഷ്ണൻ അവരുടെ സത്സംഗത്തിലുള്ള കൃഷ്ണനേക്കാളും ഭംഗിയാണ്. മൊത്തം എത്ര കൃഷ്ണനുണ്ട് ഇല്ലേ? ചിലപ്പം ഭക്തജനങ്ങളും മായയിൽ വീഴും. മത്സരം. ഇതൊക്കെയാ ബന്ധു. വെറുതെ കൂട്ടത്തിൽ എണ്ണാവുന്നതെന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. മിത്രനാരാ? തോളോട് തോൾ ചേർന്ന് നിന്നിട്ട് എനിക്ക് ഒരു ദുഃഖമെന്ന് പറഞ്ഞാൽ അവനൊന്ന് വിഷമം വരും, സഹായിക്കാൻ ശ്രമിക്കും. മിത്ര. അങ്ങനത്തെ മിത്രന്മാരെത്ര പേർക്കുണ്ട്? നിങ്ങൾക്ക് മിത്രം ഉണ്ടോ ജീവിതത്തിൽ? ശരി. അതിൽ നിന്ന് ഒരു പടി ഉയർന്നതാ സഖാവ്. സഖാവ് എന്തെയും അവൻ്റെ പണിയെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് കൂടെ വന്നങ്ങ് നിൽക്കും. തോളോട് തോൾ ചേർന്ന്, നീ വിഷമിക്കണ്ട, നീ പോവാണ്, ഞാനും കൂടെ വരാം, നമുക്ക് നോക്കാം, എന്താ വെച്ചാൽ നമുക്കൊരു കൈ നോക്കാം, നിനക്ക് എന്താ പ്രയാസം, ഞാൻ ഉണ്ട്, നീ എന്തിനാ വിഷമിക്കുന്നേ എന്ന് നമ്മളെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കും. ശ്രീകൃഷ്ണ പാണ്ഡവർ 12 വർഷം വനവാസം പോയപ്പോൾ കൃഷ്ണ ഭഗവാൻ എന്താ ജോലി? കൃഷ്ണ ഭഗവാനെ ആരെങ്കിലും ശപിച്ച് കാട്ടിലേക്ക് അയച്ചോ? കൃഷ്ണ ഭഗവാൻ വല്ല ചൂതു തോറ്റോ? പക്ഷേ അർജുനൻ കാട്ടിൽ പോയപ്പോൾ ഭഗവാനും എന്ത് ചെയ്തു? കാട്ടിൽ പോയി. ശ്രീകൃഷ്ണ ഭഗവാന് കുരുക്ഷേത്ര യുദ്ധത്തിൽ രഥമോട്ടിച്ചതിന് എത്ര ശമ്പളം കിട്ടി? ശമ്പളത്തിന് വേണ്ടിയാ പോയത്. പാണ്ഡവർ ജയിച്ചാൽ രാജ്യം കിട്ടും, അർജുനൻ ജയിച്ചാൽ കൃഷ്ണൻ എന്ത് കിട്ടും? കൃഷ്ണനല്ലേ രഥം ഓട്ടിച്ചത്. അപ്പം അമ്പുകൾ ശത്രുക്കൾ അയക്കുമ്പോൾ കൃഷ്ണ ഭഗവാൻ ഫ്രണ്ടിലിരുന്ന് രഥങ്ങളെ തെളിയിക്കാണ്, ബാക്കിൽ അർജുനൻ നിന്ന് യുദ്ധം ചെയ്യുന്നു. അമ്പ് വിട്ടാൽ ഫസ്റ്റ് ആർക്ക് കൊള്ളും? ആർക്ക് കൊള്ളും? കൃഷ്ണന് കൊള്ളും ഇല്ലേ? ജയിച്ച അർജുനന് രാജ്യം കിട്ടും, കൃഷ്ണന് എന്ത് കിട്ടും? എന്തെങ്കിലും കിട്ടുമോ? അതാണ് സഖാവ്. തൻ്റെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അർജുനൻ കാട്ടിൽ പോയി, എന്നാൽ ഞാനും പോകും. അർജുനൻ യുദ്ധത്തിന് പോകുന്നു, ഞാനും കൂടെ നിൽക്കും, ഞാൻ സഹായിക്കണം എന്ന് ഭഗവാൻ മുന്നിൽ കയറി നിന്നു. സഖാവ്. അങ്ങനത്തെ സഖാക്കൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടോ? ഒരു അനക്കവും ഇല്ലല്ലോ. എത്ര പേർക്കുണ്ട്? 2, 3. ആരാണത്? ഫ്രണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്. എത്ര പേർക്ക്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എത്ര പേർക്ക് അങ്ങനെ ആ അവസ്ഥ? ഇതിന്നും കടന്നതാണ് സുഹൃത്ത്. ഒരു ഹൃദയത്തിനെ പങ്കുവച്ചവർ സുഹൃത്ത്. ഒരു ഹൃദയത്തിനകത്ത് ജ്ഞാനമുണ്ട്, ദൈവവുമുണ്ട്, ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സുഹൃതം സർവഭൂതാനാം. അർജുന, ഉത്തമനായ സുഹൃത്ത് നിൻ്റെത് ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം
എൻ്റെ സർവ്വതും മാറ്റിവെച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കും. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാനെ കാണാൻ പോയപ്പോൾ ഭഗവാൻ ഇങ്ങനെ തലയും പിടിച്ചുകൊണ്ട് ഇരിക്കുക. നാരദ മഹർഷി ചോദിച്ചു, കൃഷ്ണ അങ്ങയ്ക്കും തലവേദനയോ? ഞങ്ങൾക്കൊക്കെയാ തലവേദന. അങ്ങയ്ക്കും തലവേദന? അതെ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. എൻ്റെ ഭക്തജനങ്ങളുടെ പാദത്തിലിരുന്ന് മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ, പാദധൂളി കിട്ടിയാൽ അതെൻ്റെ തലയിൽ പുരട്ടുമ്പോൾ എൻ്റെ തലവേദന പോകും. നാരദ, നീ എൻ്റെ ഭക്തനല്ലേ, നിൻ്റെ കാലിലിരുന്ന് കുറച്ച് മണ്ണെടുത്ത് താ എന്ന് പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു, ആഹാ, എന്നിട്ട് വേണം ഞാൻ നരകത്തിൽ പോവാൻ. ഞാൻ തരില്ല. ആരും തന്നെ തരാൻ തയ്യാറായില്ല. ആര് തരാൻ തയ്യാറായി? തയ്യാറായി? ഗോപികമാർ തയ്യാറായി. എന്തുകൊണ്ടാണ്? നാരദ മഹർഷി ചോദിച്ചു, നിങ്ങൾ നരകത്തിൽ പോകും, ഞങ്ങൾക്ക് എവിടെ പോയാലും കുഴപ്പമില്ല, കൃഷ്ണൻ്റെ തലവേദന മാറിയാൽ മതി. എൻ്റെ ജീവിതം നശിച്ചാലും കുഴപ്പമില്ല, ആ വ്യക്തിയുടെ ജീവിതം നന്നാകണമെന്ന് വിചാരിച്ചിട്ട് തൻ്റെ സർവസ്വവും ത്യജിക്കുന്ന ഒരാളാണ് സുഹൃത്ത്. സാധാരണ അങ്ങനെ ചെയ്യില്ല. ചിലപ്പോൾ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അത്രയും സ്നേഹമുള്ളവർക്ക്. ഞാൻ വരുന്ന ഒരു ഡിവോട്ടി ഭക്തരുടെ കപ്പിൾ കണ്ടു, ദമ്പതികളെ കണ്ടു. ആ സ്ത്രീയുടെ രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയപ്പോൾ ഭർത്താവ് തൻ്റെ ഒരു കിഡ്നി ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തു. അതിനൊക്കെ വലിയ മനസ്സ് വേണം. സാധാരണക്കാരൊന്നും അങ്ങനെ ചെയ്യില്ല. എൻ്റെ ജീവിതം നശിച്ചാലും ശരി, ഞാൻ ആ വ്യക്തിയുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് തൂക്കിപ്പിടിക്കുന്നതാണ് സുഹൃത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ മഹാഭാഗ്യമാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് മൊത്തം ബന്ധുവും ജന്തുവും മാത്രമേ ഉള്ളൂ. താഴെ വീഴുവാണെങ്കിൽ ഒന്ന് തള്ളിത്തരും, അവർ ഉന്തിയിട്ട് തരും നമ്മൾ, അത്രയേ ഉള്ളൂ. ഒരു കൃഷ്ണഭക്തൻ, ഒരു ശുദ്ധമായ കൃഷ്ണഭക്തന് മാത്രം മറ്റുള്ളവർ നിലത്ത് വീഴുമ്പോൾ അത് കണ്ടിട്ട് ദയ തോന്നും. പ്രഭുപാദർ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ മത്സ്യമാംസാദികൾ ഇങ്ങനെ കഴിക്കുക, കുടുംബജീവിതമെല്ലാം തകർന്ന് ആ കുഞ്ഞുങ്ങളെല്ലാം കഞ്ചാവും ലഹരിയും വലിച്ച് ജീവിതത്തിനെ നശിപ്പിക്കുന്നത് കണ്ടിട്ട് പ്രഭുപാദർക്ക് സഹിക്കാൻ പറ്റിയില്ല. പ്രഭുപാദരുടെ ഹൃദയത്തിൽ വേദനയുണ്ടായി. ഇനി ഒരുത്തൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണാൻ സാധിച്ചു. ഒരിക്കൽ ഒരു ആചാര്യൻ്റെ അടുത്ത് ഒരു ആത്മീക വ്യക്തിക്കും സാധാരണ വ്യക്തിക്കും എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വരിയിൽ രസകരമായ ഒരു ഉത്തരം ആചാര്യൻ പറഞ്ഞു. എന്താണ് ഉത്തരം? നടന്നു പോകുമ്പോൾ അറവശാലയിൽ മൃഗങ്ങളെ വെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഇവിടെ ഈ ചില ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ആടും കോഴിയൊക്കെ വെട്ടിത്തൂക്കൂല്ലേ, അല്ലേ? അത് കാണുമ്പോൾ നാവിൽ വെള്ളം വന്നാൽ ലൗകികവാദി, കണ്ണിൽ വെള്ളം വന്നാൽ ആത്മീകവാദി എന്ന് പറഞ്ഞു. ഒറ്റ വരിയിൽ വലിയ അർത്ഥം അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു, അല്ലേ? ഈ കടയിലൊക്കെ ഈ മൃഗങ്ങളെയൊക്കെ കൊന്നു കെട്ടി തൂക്കിയിടുമ്പോൾ നാവിൽ വെള്ളം വന്നാൽ അയാൾ ആരാ? ഭൗതികവാദി. കണ്ടിട്ട് കണ്ണിൽ വെള്ളം വന്നാലോ, അല്ലേ? നമ്മളിത് കാണും, നമ്മളെ കണ്ണിൽ നിന്ന് വെള്ളം വരുമോ? വരുന്നുണ്ടോ? അത് ശരി, എന്നാ കൊള്ളാം. അപ്പോൾ ആത്മീകവാദി, അങ്ങനത്തെ ഒരു ഉത്തമനായ ഫ്രണ്ടിനെ കിട്ടുക വലിയ ഭാഗ്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, കാരണം ഇന്ന് കാലത്ത് എല്ലാവരും ജോലിക്ക് പോകുന്നവരാ, തിരക്കുള്ളവരാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനത്തെ സജ്ജനങ്ങളെ കണ്ടിട്ട് ഭഗവാനെക്കുറിച്ച് 4 വാക്ക് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ അത് കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മഹാപുണ്യമാണ് ജീവിതത്തിൽ. പക്ഷേ നരകാസുരൻ കൂടിയത് തെറ്റായ ആൾക്കാരെടുത്താണ്. മുരാസുരൻ്റെ അടുത്തും ബാണാസുരൻ. നരകാസുരൻ ആരുടെ മകനാ? വരാഹദേവൻ്റെ മകനാണ്. പക്ഷേ കൂടിയത് ബാണാസുരൻ്റെ കൂടെയും മുരാസുരൻ്റെയും കൂടി ദൈവത്തിൻ്റെ പുത്രൻ പോലും അസുരനായി മാറിക്കഴിഞ്ഞു. 3 പേരും കൂട്ടുകാരാണ്. ഇതിൽ ബാണാസുരനുണ്ട്. ബാണാസുരന് ഒരുപാട് കയ്യും ഇതൊക്കെ ഉള്ളതാ, വലിയ ചെണ്ട വായിക്കും. വാദ്യങ്ങളിലും ദേവവാദ്യവും അസുരവാദ്യവും ഒക്കെ ഉണ്ട്. ഈ മൃദംഗ, നാദസ്വരം, ഇതെല്ലാം ദേവവാദ്യങ്ങളാണ്. ചെണ്ട ഇതൊക്കെ എന്താണ്? അസുരവാദ്യമാണ്.
മൃദംഗമൊക്കെ വായിക്കുമ്പോൾ ഇരുന്ന് കേട്ട സംഗീത കച്ചേരിയൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളങ്ങനെ ഓർമ്മ സാത്വികം. അതേ ചെണ്ടയൊക്കെ അടിക്കുമ്പോൾ ഉള്ള കുട്ടികളെല്ലാം ചെറുപ്പക്കാരെല്ലാം എന്ത് ചെയ്യും? ഒരേ തുള്ളലും ചാട്ടവും. അസുരവാദ്യം കേക്ക്. അസുരവാദ്യം എന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നമുക്ക് രണ്ട് കൊമ്പ് വരുമെന്നല്ല, ശാന്തമായ മനസ്സിൽ ഒരു ഉദ്വേഗമുണ്ടാകും അതൊക്കെ കേൾക്കുമ്പോൾ. ചിലതൊക്കെ കേൾക്കുമ്പോൾ വളരെ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് ശാന്തരായി ഇങ്ങനെ ഉറങ്ങിപ്പോകും. നമ്മുടെ ഭാഗവതത്തിൽ ആൾക്കാർ ഉറങ്ങുന്നത് പോലെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കേട്ടിട്ട് അങ്ങനെ ഉറങ്ങും. എന്തിനാ ഉറങ്ങുന്നത്? മനസ്സ് സമാധാനമാകും. ശബ്ദത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ബാണാസുരൻ എന്ത് ചെയ്യും? ഒരുപാട് കൈകളുണ്ട്. ഈ കൈയൊക്കെ വെച്ച് ചെണ്ടയടിച്ച് മഹാദേവന് ഭയങ്കര സന്തോഷമായി. മഹാദേവൻ അങ്ങോട്ട് താണ്ഡവമൊക്കെ തുടങ്ങി, ഡാൻസൊക്കെ ചെയ്ത് ബാണാസുരനും നിർത്താതെ അടിച്ചു. മഹാദേവനും ആടി. കാരണം മഹാദേവന് എപ്പോഴും ഒരു വിഷമമുണ്ട്, എൻ്റെ ഡാൻസിന് തുല്യമായിട്ട് ആർക്കും അടിക്കാൻ പറ്റൂല. അതുകൊണ്ട് മഹാദേവൻ എന്ത് ചെയ്തു? സ്വന്തമായിട്ട് ഒരു ചെണ്ട എടുത്ത് കയ്യിൽ വെച്ചു. അടിക്കും ആടും, അടിക്കും ആടും, രണ്ടും സ്വന്തമായിട്ട് ചെയ്യും. കാരണം അതിന് തുല്യമായി അടിക്കാൻ ഇനി ഒരാളില്ല. ഈ ബാണാസുരൻ അടിച്ച് മഹാദേവനും നൃത്തം വെച്ച് മണിക്കൂറുകളോളം അവരുടെ കച്ചേരി നടന്നു. അവസാനം സന്തോഷമായ മഹാദേവൻ ബാണാസുരൻ്റെ അടുത്ത് ചോദിച്ചു, ബാണ, ഒരാൾ പോലും എനിക്ക് തുല്യമായി വാദ്യോപകരണം വായിച്ചിട്ടില്ല, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ആരെടുത്ത് ചോദിച്ചു? ബാണാസുരൻ. ബാണാസുരൻ, പ്രഭു എനിക്ക് അധികം ഒന്നും വേണ്ട. എന്താ വേണ്ടത്? നിങ്ങൾ കുടുംബത്തോടെ, മഹാദേവനും ഗണപതിയും സുബ്രഹ്മണ്യനും പാർവതിയും കുടുംബത്തോടെ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് കാവലിന് നിൽക്കണമെന്ന്. അയാളുടെ ആഗ്രഹം നോക്കണേ. അസുരന്മാരെ കൂട്ടുപിടിച്ച ഇതേ സംഭവിക്കുള്ളൂ. എന്ത് വരമാ ബാണാസുരൻ ചോദിച്ചത്? കുടുംബസമേതം. ഒറ്റയ്ക്ക് വന്നാലും പോരാ, കൂടെ വരുമ്പോൾ ഗണപതിയെ വിളിച്ചുകൊണ്ട് വരണം, സുബ്രഹ്മണ്യനെ വിളിച്ചുകൊണ്ട് വരണം, പാർവതിയെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് എൻ്റെ രാജ്യത്തിൻ്റെ വാതിലിൽ കാവൽ നിൽക്കണം. എന്തിനാ ബാണാസുരൻ അങ്ങനെ പറഞ്ഞത്? മഹാദേവൻ സെക്യൂരിറ്റിയായി നിന്നാൽ കടന്ന് ഏതെങ്കിലും ദേവന്മാർ ഇദ്ദേഹത്തിന് തോൽപ്പിക്കാൻ വരുമോ? ആരുമില്ല. തോന്നിയ പോലെ പോക്കിരിത്തനം ചെയ്യാം. നല്ല ബുദ്ധി. അതുകൊണ്ട് കൂട്ടുപിടിക്കുമ്പോൾ ശരിയായ ആളെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം വരും. വേറെ നിവർത്തിയില്ലാതെ മഹാദേവനും സുബ്രഹ്മണ്യനും ഗണപതി എല്ലാവരും ബാണാസുരൻ്റെ കൊട്ടാരത്തിലെ വാതിലിൽ ചെന്ന് കാവൽ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാന്റെ ചെറുമകൻ അനിരുദ്ധൻ, ബാണാസുരൻ്റെ മകൾ ഉഷ, ശ്രീകൃഷ്ണ ഭഗവാന്റെ മകൻ, പ്രധാനപ്പെട്ട മകൻ്റെ പേരെന്താണ്? മെയിൻ സൺ, ആദ്യത്തെ മകൻ കൃഷ്ണ ഭഗവാന്റെ സാമ്പനല്ല, പ്രദ്യുമ്നൻ. ഭഗവാന്റെ രുക്മിണിയിൽ ജനിച്ചത് പ്രദ്യുമ്നൻ, ജാമ്പവതിയിൽ ജനിച്ചതാണ് ശാമ്പൻ. ഒരു അനുസരണയില്ലാത്ത ഒരു കുട്ടിയാണ് ആര്? ശാമ്പൻ. ഭഗവാന് തലവേദന ഉണ്ടാക്കുന്ന ഒരു പുത്രൻ. ഒരു കല്യാണത്തിന് വിളിച്ചോണ്ട് പോകാൻ പറ്റില്ല. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ പങ്കെടുത്തിട്ട് അവിടെ ഇരുന്ന് കല്യാണ മണ്ഡപത്തിലിരുന്ന പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോകും ശാമ്പൻ. ഭഗവാൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നീ ഇനി എനിക്ക് പുത്രനേ അല്ല. എന്തിനാ ഭഗവാൻ അങ്ങനെ ഒരു പുത്രൻ ജനിച്ചത്? ശാമ്പൻ പഠിപ്പിക്കാൻ, നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കർമ്മഫലമാണ് എന്ന് പഠിപ്പിക്കാൻ. ഞാൻ ചെയ്ത ശരിയും തെറ്റുമാണ് എന്ന് വെച്ചിട്ട് ഭഗവാൻ തെറ്റ് ചെയ്തു എന്നല്ല. എനിക്ക് മക്കളായി ആര് ജനിച്ചു? ഞാൻ മുൻജന്മങ്ങളിൽ ചെയ്ത പാപപുണ്യമാണ് എനിക്ക് മക്കളായി ജനിക്കുന്നത്. ഞാൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ എൻ്റെ പുത്രനായി ജനിച്ച് എന്നെ വയസ്സായ കാലത്ത് സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. ഒത്തിരി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം എൻ്റെ മക്കളായി ജനിച്ച് ഒരു സമാധാനവും തരില്ല. ഞാൻ ചെയ്ത കർമ്മഫലമാണ് എനിക്ക് മക്കളായി ജനിക്കുന്നത്. അപ്പോൾ പ്രദ്യുമ്നൻ, ഭഗവാന്റെ മകൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നൻ്റെ മകൻ അനിരുദ്ധൻ. ഈ അനിരുദ്ധനെ ബാണാസുരൻ്റെ മകളായ ഉഷ ഇഷ്ടപ്പെട്ടു. അനിരുദ്ധനല്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത്, ആ പെൺകുട്ടിയാണ് ആരെ ഇഷ്ടപ്പെട്ടത്? അനിരുദ്ധനെ ഇഷ്ടപ്പെട്ടിട്ട്
അങ്ങനെ രാത്രി ഉടങ്ങിക്കിടന്നപ്പോൾ കട്ടിലോട് കടത്തിക്കൊണ്ടുപോയി. പെൺകുട്ടി വന്നിട്ട് അനിരുദ്ധനെ കടത്തിക്കൊണ്ടുപോയി. എനിവേ പിന്നീട് ബാണാസുരൻ ഇത് അറിഞ്ഞ് ഭഗവാന്റെ ചെറുമകനായ അനിരുദ്ധനെ ബന്ധിച്ചു വെച്ചു. ഫ്രണ്ടിൽ കാവലിന് ആരാ നിൽക്കുന്നത്? മഹാദേവൻ നിൽക്കുന്നു. ഭയങ്കര ധൈര്യം, ഇത് കടന്ന് ആരും വരില്ല എന്ന ധൈര്യത്തിൽ പിടിച്ചങ്ങ് ബന്ധിച്ചു വെച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സുഹൃത്തുക്കൾ ആരാ? ദൈവചിന്ത ഈശ്വരചിന്തയുള്ളവരാണോ? എന്നാൽ എൻ്റെ ജീവിതം നന്നായിരിക്കും. ഈശ്വരചിന്ത ഇല്ലാത്തവരാണെങ്കിൽ ആ ഒരു ജീവിതം താഴോട്ട് പോകും. പിന്നെ ബലരാമൻ ചെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, കൃഷ്ണ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? അനിരുദ്ധനെ ബാണാസുരൻ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്, നമുക്ക് രക്ഷിക്കണമല്ലോ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാവലിന് നിൽക്കുന്നത് മഹാദേവനാ നിൽക്കുന്നത്. ഇനി കടന്നു പോകണമെങ്കിൽ മഹാദേവൻ്റെ കൂടെ യുദ്ധം ചെയ്യേണ്ടി വരും. ഭഗവാൻ പറഞ്ഞു, ശരി നോക്കാം. അങ്ങനെ അന്നേ ദിവസം കൃഷ്ണ ഭഗവാൻ, പ്രദ്യുമ്നൻ, പിന്നെ ബലരാമൻ, ഭഗവാന്റെ കുടുംബം ബാണാസുരൻ്റെ നഗരത്തിൽ വന്ന് എത്തി. ബാണാസുരൻ മാറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, കൃഷ്ണ നീ പണ്ടേ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയതാ, അത് തന്നെ നിന്റെ മക്കളും ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. വേണമെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ യുദ്ധം ചെയ്തോ. എന്ത് ധൈര്യത്തിലാണ് ബാണാസുരൻ പറയുന്നത്? മഹാദേവൻ നിൽക്കുന്നുവെന്ന്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ മഹാദേവൻ പറഞ്ഞു, കൃഷ്ണ ഞാനൊരു അബദ്ധത്തിൽ ഇവന് വരം കൊടുത്തു പോയി. ആ വരത്തിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കുടുങ്ങി. നിവർത്തിയില്ല, എനിക്ക് യുദ്ധം ചെയ്തേ മതിയാകും. ഭഗവാനും മഹാദേവനും യുദ്ധം ചെയ്തു. പ്രദ്യുമ്നനും ഗണപതിയും യുദ്ധം ചെയ്തു. ബലരാമനും അനിരുദ്ധനും യുദ്ധം ചെയ്തു. തോളോട് തോൾ, ഭുജങ്ങളോട് ഭുജങ്ങൾ ഏറ്റുമുട്ടി മഹായുദ്ധം. ഭഗവാനും വിട്ടുകൊടുക്കുന്നില്ല, മഹാദേവനും വിട്ടുകൊടുക്കുന്നില്ല. പക്ഷേ ഭഗവാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇത്രയും വന്ദിതനായ ഒരു വ്യക്തിയുടെ മുമ്പേ യുദ്ധം ചെയ്യണമല്ലോ എന്ന വിഷമത്തോട് യുദ്ധം ചെയ്തു. മഹാദേവൻ യുദ്ധം ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നായകനായ സർവേശ്വരൻ, സർവത്ര ജീവാത്മാക്കളുടെയും പരമാത്മാ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ നോക്കി യുദ്ധം ചെയ്യണമല്ലോ എന്ന് വിഷമിച്ച് ഓരോ അമ്പ് അയക്കുമ്പോഴും 1000 മാപ്പും പറഞ്ഞാണ് അയക്കുന്നത്. നാട്ടിലെവിടെയെങ്കിലും ഇങ്ങനെ യുദ്ധം നടക്കും? അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നേ ഇല്ല. യുദ്ധം തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ഭഗവാൻ ബാണാസുരനെ തോൽപ്പിച്ചു. എങ്ങനെയാ തോൽപ്പിച്ചത്? ബാണാസുരൻ അഹങ്കാരം, ഒരുപാട് കൈകളുണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം. ഭഗവാൻ ഓരോ കൈയായി മുറിച്ച് അവസാനം തലമുറിക്കാൻ പോയപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഞാൻ ഇയാളെ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ഇത് ചെയ്യരുത്. ഇവിടെ 2-3 കാര്യം നമ്മൾ മനസ്സിലാക്കണം. അഹങ്കാരം, ബാണാസുരൻ്റെ അഹങ്കാരം എന്താ? എനിക്ക് 1000 കൈകളുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്തത് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ ആ സ്വഭാവം കൊണ്ട് നമുക്ക് അഹങ്കരിക്കുകയല്ല വേണ്ടത്, വിനയമാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ മറ്റുള്ളവർ പാടുന്നതിനേക്കാളും എനിക്ക് നന്നായിട്ട് പാടാൻ അറിയാം, മറ്റുള്ളവർ ചെയ്യുന്ന ജോലിയേക്കാളും എനിക്ക് നന്നായിട്ട് ചെയ്യാനറിയാം, അവരെക്കാളും എൻ്റെ കയ്യിൽ അധികം പണമുണ്ട്, അവരെക്കാളും എൻ്റെ കയ്യിൽ ഇതധികമുണ്ട് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് അഹങ്കാരമുണ്ടാകും. മറ്റുള്ളവരിൽ ഇല്ലാത്ത ഒന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അഹങ്കാരമല്ല, വിനയമാണ് ഉണ്ടാകേണ്ടത്. ദൈവം അതെന്തിനാ നമുക്ക് തന്നത്? അത് മറ്റുള്ളവരുടെ സേവയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നത്. ബാണാസുരൻ്റെ അഹങ്കാരം, മറ്റുള്ളവർക്ക് 2 കൈയേ ഉള്ളൂ, എനിക്ക് 1000 കൈകളാണ്. അഹങ്കാരം മുഴുവനും ഭഗവാൻ വെട്ടി. നമുക്ക് അഹങ്കരിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. ദൈവം തന്നയച്ചതാ, കർമ്മഫലം കൊണ്ട് കിട്ടിയതാ. ബുദ്ധിമാനെന്നോ സൗന്ദര്യമുള്ളവനെന്നോ ഉയർന്നവനെന്നോ ധനാഠ്യനെന്നോ ഒന്നും അഹങ്കരിക്കാനില്ല. കാരണം ഇതൊരു ചക്രം പോലെയാണ്. പൂന്താനം പാടിയതുപോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ താഴെ ഉള്ളവർ മേലെ പോകുന്നതും മേലെ ഉള്ളവർ താഴെ വരുന്നതും ലോകത്തിൽ സാധാരണമായി അഹങ്കരിച്ചിട്ട് ഒരു കാര്യമില്ല.
ഒരു ക്ഷണം കൊണ്ട് അവൻ താഴെയെത്തും. എന്തിനു അഹങ്കരിക്കാൻ അല്ലേ? ബാണാസുരൻ്റെ അഹങ്കാരം ഇല്ലാണ്ടാക്കി. എന്നിട്ടും മഹാദേവൻ എന്ത് ചെയ്തു? ഭഗവാനെ, ഞാൻ വരം കൊടുത്തു പോയി, ഇവനെ രക്ഷിക്കാമെന്ന് ഞാൻ വരം കൊടുത്തു പോയി, അതുകൊണ്ട് ബാണനെ കൊല്ലരുത് എന്ന് മഹാദേവൻ പറഞ്ഞ ഉടനെ ഭഗവാൻ പറഞ്ഞു, മഹാദേവ, അങ്ങ് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് മറികടക്കുകയില്ല, അങ്ങയുടെ വാക്കാണ് എനിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് ബാണാസുരനെ കൊല്ലാതെ വിട്ടു. ഇവിടെ ഒരു ഭക്തനെ ആശ്രയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ ഒരുപാട് പേര് കൃഷ്ണഭക്തരാണ്. പക്ഷേ ഒരു വൈഷ്ണവൻ, ഒരു സാധു, ഒരു ഗുരു, ഒരു ഭക്തനെ ആശ്രയിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഭക്തി കൊണ്ട് ദൈവം നമ്മളെ രക്ഷിക്കുകയില്ല. നമുക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യുന്ന ആ ഒരു ഭക്തന് വേണ്ടി ദൈവം രക്ഷിക്കും. ഓരോ ക്ഷേത്രത്തിനും ഒരു ആചാര്യൻ ഉണ്ടാവും. ഞാൻ തിരുവനന്തപുരത്തിരുന്നാണ് വരുന്നത്. അവിടെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാര്യൻ ബിൽവമംഗലത്ത് സ്വാമിയാണ്. ഗുരുവായൂരപ്പനും അവിടെ ഒരു ആചാര്യനുണ്ട്. വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ രാധാ ഗോവിന്ദ ക്ഷേത്രം, രാധാ ദാമോദര ക്ഷേത്രം, രാധാ രമണ ക്ഷേത്രം, ഓരോ ക്ഷേത്രത്തിനും ഒരു ആചാര്യനുണ്ട്. സനാതന ഗോസ്വാമി, രൂപ ഗോസ്വാമി, ജീവ ഗോസ്വാമി, ആചാര്യന്മാർ. എന്തിനാ ആചാര്യൻ? ആചാര്യൻ ക്ഷണിച്ചത് കൊണ്ടാണ് ഭഗവാൻ വന്ന് വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത്. ഇപ്പം നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുന്നു ഇല്ലേ? ഭഗവാൻ അവിടെ ആ വിഗ്രഹത്തിനകത്തുണ്ടെന്ന് എന്താണ് ഉറപ്പ്? ആചാര്യന്മാർ പ്രാർത്ഥിച്ചു, ഭഗവാനെ ഈ വിഗ്രഹത്തിൽ വന്ന് കുടികൊണ്ട് ഇനി കാലാകാലം വന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങളെ അനുഗ്രഹിക്കണം എന്നൊരു ആചാര്യൻ പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ആ വിഗ്രഹത്തിൽ വന്നത്. നരസിംഹമൂർത്തി തൂണിലിരുന്ന് എന്തിനാ വന്നത്? വൈകുന്നേരം 6 മണിക്ക് ഹിരണ്യകശിപു തൂണ് പൊട്ടിക്കും, അതുകൊണ്ട് ഞാൻ റെഡിയായിരിക്കണം, രാവിലെ വേഷമൊക്കെ ഇട്ടിട്ട് വന്ന് ആ തൂണിനകത്ത് കയറിയിരുന്നോ? ഇല്ല. നിജഭൃത്യ ഭാഷിതം, പ്രഹ്ലാദൻ പറഞ്ഞു തൂണിനകത്തുണ്ടെന്ന്, അതുകൊണ്ട് ഭഗവാൻ തൂണിനകത്ത് വന്നു. ആ ദാസന്റെ, ഭക്തന്റെ വാക്ക് സത്യമാക്കുക. അതുകൊണ്ട് കൃഷ്ണഭക്തിയിൽ നമ്മളൊരു ആചാര്യനെ ശരണം പ്രാപിക്കണം. കാരണം നമ്മൾ ഉറങ്ങിയൊക്കെയാണ് ജപിക്കുക. ചിലപ്പോൾ പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, ഭാഗവതം വായിക്കും, പല തെറ്റുകളും ചെയ്യും. പക്ഷേ പ്രഭുപാദ സ്വാമികളും ആചാര്യന്മാരും പറയും, കുഴപ്പമില്ല ഭഗവാനെ, അയാളെ വിശ്വസിക്കാം, വലിയ പ്രശ്നമില്ല, ചെമ്പുച്ചിറയാണെങ്കിലും അവിടെ വൈകുണ്ഠത്തിൽ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞാൻ ഗ്യാരണ്ടി എന്ന് പറയും. ആര് പറയും? പ്രഭുപാദ് സ്വാമികൾ പറയുമ്പോൾ ഭഗവാൻ കണ്ണും പൂട്ടി ശരി വൈകുണ്ഠത്തിൽ അകത്ത് വിട്ടേക്കൂ എന്ന് പറയും. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ വിടത്തില്ല. അപ്പോൾ അവിടെ ബാണാസുരന് ഒരു യോഗ്യതയുമില്ല. പക്ഷേ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് മഹാദേവൻ പറഞ്ഞതുകൊണ്ട് ബാണാസുരനെ ഭഗവാൻ സ്വീകരിച്ചു. നമ്മളെല്ലാം ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്. ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളാണ് നമ്മളെല്ലാവരും വായിക്കുന്നത്. നമ്മുടെ പരമാചാര്യൻ ആരാണ്? പ്രഭുപാദ് സ്വാമികൾ. നമ്മുടെ പരമ്പരയുടെ ആദ്യത്തെ ആചാര്യൻ ആരാണ്? ശരി, നമ്മുടെ പരമ്പരയുടെ പേരെന്താ? ഗൗഡീയ വൈഷ്ണവ ബ്രഹ്മമധ്വ ഗൗഡീയ. നമ്മുടെ ആചാര്യൻ പ്രഭുപാദൻ. ആദ്യത്തെ ആചാര്യൻ ആരാ നമ്മുടെ പരമ്പരയിൽ? ആ പേരിൽ തന്നെ ഉണ്ട്, ബ്രഹ്മാവ്. 4 പേരാ സമ്പ്രദായങ്ങൾ തുടങ്ങിയത്. ശിവൻ തുടങ്ങിയത് രുദ്രസമ്പ്രദായം, മഹാലക്ഷ്മി തുടങ്ങിയത് ശ്രീ സമ്പ്രദായം, ബ്രഹ്മാവ് തുടങ്ങിയത് നമ്മുടെ സമ്പ്രദായം, കുമാരന്മാർ തുടങ്ങിയ കുമാര സമ്പ്രദായം. ആദ്യത്തെ ആചാര്യൻ ആരാ? ബ്രഹ്മാവാണ്. അപ്പോൾ ഈ സമ്പ്രദായത്തിലുള്ളത് കൊണ്ട് അഥവാ ഭക്തജനങ്ങൾ അല്പം ഇങ്ങോട്ടും അങ്ങോട്ടും തെറ്റ് ചെയ്താലും ഈ ആചാര്യന്മാർ പറയും, കൃഷ്ണ ഒന്നും നോക്കണ്ട, അവർ നല്ലവരാ, എനിക്കറിയാം, ഞാൻ അവരെ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ അവിടെ അകത്താ ഭക്തന്മാരെ കടത്തിവിടും. സോ ചില സമയം ഈ മഹാഭക്തജനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആരാണ് നമ്മൾ? വീണ്ടും ഞാൻ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് തന്നെ പോകാം. ആരാണ് നമ്മുടെ സുഹൃത്ത്? വളരെ അത്യാവശ്യം. അതുകൊണ്ട് കൃഷ്ണഭക്തന്മാരുടെ കൂടെ കൂടുക. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഈ നമ്മുടെ സമയം ഈ ജ്ഞാനം, ചിന്തകൾ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുക. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി.
ഗോവിന്ദ ജയ ജയ.